ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ആ ഞാൻ നല്ല സന്തോഷത്തിലാണ്. അപ്പോഴേ ഇന്ന് നമ്മൾ പഠിപ്പിച്ച പാഠങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിനക്കൊന്നും തലയിൽ കയറുന്ന സാധനം. അപ്പൊ നിങ്ങൾ പറ ഏതാണ്? പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ ഊർജശാസ്ത്രം എങ്ങനെ പ്രതിപാദിച്ച് കാണുന്നു എന്ന് നമുക്ക് പഠിക്കാം. പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി സാറേ, ഊർജത്തിൽ തിരക്കിയാണ്. നീ കൂടുതൽ തരേണ്ട, ഞാൻ പറയുന്നതിന് ഉത്തരം പറഞ്ഞാൽ പ്രകൃതിക്ക് സൗരത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം ഏതാണ്? കിട്ടി തുടങ്ങി സാറേ. ആ നീ പറ. നീ പറ. അതെ, പഴങ്ങനെ പിടിച്ച് അതിന്റെ ഊർജമായിട്ടുണ്ട്. നമുക്ക് പഴകഞ്ഞി ആദ്യമല്ല പഴകഞ്ഞി ഊർജം കൊണ്ടേ ഇറങ്ങി നിന്റെ ആ ഊർജം കൊണ്ട് നീങ്ങി വരാൻ. ഇവിടെ ഊർജം നഷ്ടപ്പെടുത്താൻ എന്റെ പത്മിനിക്കുട്ടി പറ, ഏത് ഊർജമാണ്? സൗരോർജം സർ. റൈറ്റ് ആൻസർ. പത്മിനിക്കുട്ടി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ സാധനത്തിനോട് എല്ലാവരും ഒരുങ്ങി വരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ടെക്സ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. നിന്റെ പഴങ്കഞ്ഞിയുടെ ഊർജ്ജം ടെക്സ്റ്റ് പേപ്പറിൽ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ബാക്കിയുള്ള പഴങ്കഞ്ഞി കൂടെ കൂച്ചിട്ട് പോ. ആ പേര് മാത്രം ബാക്കിയ സുഖം. പോയ കാര്യം ഒന്നും നടന്നില്ല. അങ്ങ് മഹാരാഷ്ട്ര വരെ പോയത് മിച്ചം. മടുത്തു സുഖണ. ഇനി ജീവിതത്തിൽ ഇങ്ങനൊരു പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടാവില്ല. കാണാം തുടങ്ങാം. മുട്ട ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണം. ഒരിക്കലും അല്ല, എന്റെ അച്ഛന്റെ അമ്മയുടെ മാത്രം കയ്യിലെ കുട്ടിയാണ്. സീസറിനുള്ളത് സീസറിന്. അവന്റെ പാത്രത്തിൽ നോക്കി അവൻ കഴിക്കത്തില്ല. കൊക്കപ്പുഴയുടെ നോട്ടം കണ്ടില്ലേ, കണ്ണൊക്കെ കൊത്തി കൊത്തിക്കും. ഈ ക്ലാസ്സിൽ ഒരു കൊക്കോപ്പുഴുണ്ട്. ആ കൊക്കോപ്പുഴുന്റെ കാര്യം എടുത്ത് ചിരിച്ചതാ. നിന്റെയൊക്കെ വയറ്റിലുള്ള പോലെ തന്നെ എന്റെ. ഞങ്ങളുടെ വയറ്റിൽ 1-2 ഉണ്ടാവണം. നിന്റെ വീട്ടിലൊരു കുന്നടക്കനുണ്ട്. നീ പൊടി പോത്തെ. നീ പട കൊക്കോപ്പുഴു. നിന്നെ ജയം പറഞ്ഞോണ്ട് നീ രക്ഷപ്പെട്ടു. നീ എന്നെ ചേട്ടനെ മാറ്റി വിട്ടു. മുട്ടയ്ക്ക് നല്ല പത. എന്റെ സ്നേഹം പതഞ്ഞു പൊങ്ങുന്നതാ. ഇവൻ റയർ പീസാണ്. കാഴ്ച കൊണ്ടായിരുന്നു.